ഹലോ ഫ്രണ്ട്സ്, നമുക്കറിയാം എല്ലാവരും ഒന്നുകിൽ നെഗറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് തരത്തിലെ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ നെഗറ്റീവ് എനർജിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മനസ്താപവും ഒരു മനസ്സിന് ഭാരവുമായിട്ടായിരിക്കും നമ്മൾ പിരിഞ്ഞു പോകുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് എനർജി ഉള്ള ആളാണോ നെഗറ്റീവ് എനർജി ഉള്ള ആളാണോ എന്ന് ഇപ്പം ചെക്ക് ചെയ്യാൻ പോവുക. നിങ്ങൾ പോസിറ്റീവ് എനർജി ഉള്ള ആളാണെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റും ചെയ്യും. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണ്ടേ? ഞാൻ എല്ലാ വീഡിയോയിലും പോസിറ്റീവ് ആണെന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ തിരിച്ചെനിക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളും താന്നേ. എന്താണ് ഇത്ര മടി? സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇട്ട് നോക്കട്ടെ, എങ്ങനെയുണ്ടോ നോക്കട്ടെ. എല്ലാവർക്കും നെഗറ്റീവ് വീഡിയോസിനോടാണ് ഇഷ്ടം. നമുക്ക് എപ്പോഴും ചായ അങ്ങോട്ടാണ് അല്ലേ? സത്യം, നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്ന വീഡിയോസിനൊക്കെ എന്ത് വ്യൂസാണ്. ഞാനും കയറി കുറച്ച് കണ്ടു കേട്ടോ. എന്താണ് ശരിക്കും യൂട്യൂബിൽ ഒരു സെൻസറിങ് വേണ്ടതാണ് അല്ലേ? ഇപ്പോൾ എമ്പുരാൻ സെൻസർ ചെയ്ത പോലെ മറ്റുള്ള സിനിമകളെല്ലാം സെൻസർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് സെൻസർ ചെയ്യുന്നില്ല? എത്ര നെഗറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെയാണ്, എന്തുമാത്രം വ്യൂസാണ് അതിന് കിട്ടുന്നത്, എത്ര കമൻ്റാണ്. ഇതൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നഗ്നതാ പ്രദർശനം ചെയ്യുന്നത്, തുണിമൊക്കി കാണിക്കുന്നത്, അവരൊക്കെ എന്ത് വ്യൂസാണ് ആൾക്കാർക്ക് കിട്ടുന്നത്. വൈറലാകാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ലീലകൾ. പക്ഷേ അതെല്ലാം സെൻസർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് എന്താ പറയുന്നത്, ഇപ്പം ഇത് കുഞ്ഞു കുട്ടികൾ തൊട്ട് ജനിച്ച് വീഴുന്ന ഒരു 2-3 മാസം പ്രായമാകുന്ന കുട്ടികൾ തൊട്ട് ഈ മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ ഉള്ള കാലത്ത്. അപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ടുള്ള വീഡിയോസിനെ യൂട്യൂബ് അനുവദിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ സെൻസറിങ് വെക്കണം, കോപ്പിറൈറ്റഡ് എന്തെങ്കിലും ചെയ്യണം അതിന്. കാരണം കണ്ടിട്ടില്ലേ, നഗ്നത കാണിച്ചിട്ടുള്ളത് കാണിക്കാൻ പോകുന്ന പോലെ കാണിക്കുക, പിന്നെ തുണി മാറ്റി കാണിക്കുക, വളരെ വൾഗറായിട്ടുള്ള ഡാൻസുകൾ. അത് വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്, അതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുണി മാറ്റി കാണിക്കുന്നത് പോലെ അഭിനയിക്കുക, തുണി മാറ്റി കാണിക്കുക, കുറേ നഗ്നത കാണിക്കുക, അതൊന്നും അനുവദനീയമല്ല. അത് എന്തുകൊണ്ടാണ് യൂട്യൂബ് അതറിയാത്തതെന്നാണ് എൻ്റെ ചോദ്യം. യൂട്യൂബുകാർ ചിലപ്പോൾ എന്നെ പുറന്തള്ളുമായിരിക്കും, എന്നാലും സാരമില്ല അല്ലേ. ശരിക്കും നല്ല വീഡിയോസിന് വ്യൂസ് ഉണ്ടില്ലെന്നല്ല കേട്ടോ, ഉണ്ട്. നല്ല വീഡിയോകൾക്ക് നല്ല വ്യൂസ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ളവരാണ് എന്താണ് എത്ര ലൈക്ക്, കുറേ നെഗറ്റീവാണ്, അതിനെ എതിർത്തുകൊണ്ടാണെങ്കിലും ഒത്തിരി കമൻറ്റുകൾ ആൾക്കാർ വന്ന് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കമൻറ്റ് ഇടുന്നത്. ഞാനും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് വീഡിയോസ് വരുമ്പോഴത്തേക്ക് യൂട്യൂബുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്രയും സെൻസറിങ് ആണ് വിവാദമാകുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ കുഞ്ഞു തൊട്ട് വലിയ അപ്പൂപ്പനും അമ്മൂമ്മ വരെ കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയാണ് യൂട്യൂബിലെ മൊബൈൽ നമുക്ക് ആക്സസബിളായിട്ടുള്ള യൂട്യൂബ്. അപ്പോൾ ആ വീഡിയോസിന് ഒത്തിരി എന്താണ് ആൾക്കാരുടെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ളതും കുഞ്ഞുങ്ങൾ വരെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെന്താണ് അത് ഏത് രീതിയിലേക്ക് പിള്ളേർ പോകും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനും ഒരു സെൻസറിങ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റിലിടുക കേട്ടോ, കമൻറ്റിലിടുക. അപ്പോൾ ഞാൻ നെഗറ്റീവ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ അല്ല കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകൾ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റ് ഇടാം കേട്ടോ. എന്തെങ്കിലും എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോസിന് സെൻസറിങ് വേണം എന്ന് അഭിപ്രായപ്പെടുന്നവർ ഇതിനകത്ത് കമൻറ്റ് ഇട്ടോ. ആൾക്കാർ കാണട്ടെ, കാരണം അതെങ്ങനെയെങ്കിലും അറിയണമല്ലോ. കാരണം നമുക്ക് തന്നെ അറിയാം നെഗറ്റീവിന് വ്യൂസ് കൂടുതലാണ്, പിള്ളേർ ഉൾപ്പെടെയുള്ള കാണുന്നവരാണ്. അപ്പോൾ അതിനൊരു കൺട്രോൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങളും അഭിപ്രായക്കാരാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഓക്കെ, താങ്ക് യു.